പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഗാർഡനെ വിസിറ്റ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. നല്ല ഭംഗിയിൽ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട് നമ്മുടെ ബൊഗെയിൻവില്ല ചെടികൾ. പല വെറൈറ്റി ആയിട്ടുള്ള ചെടികളുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അതൊന്ന് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓരോ ചെടികളും നല്ല രീതിയിൽ പ്രൂൺ ചെയ്തിട്ട് നല്ല ബുഷിയായിട്ട് വളർത്തിയെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ബൊഗെയിൻവില്ല ചെടികൾ മാത്രമല്ല, എല്ലാതരം ഇൻഡോർ പ്ലാന്റ്സുകളും അതുപോലെ തന്നെ ഔട്ട്ഡോർ പ്ലാന്റ്സുകളൊക്കെ നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ നമ്മൾ ഈ ബൊഗെയിൻവില്ല വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടപ്പോൾ മറ്റ് പ്ലാന്റുകളൊന്നും വീഡിയോ എടുക്കാൻ പോയിട്ടില്ല. എല്ലാതരം പ്ലാന്റുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ബൊഗെയിൻവില്ലയുടെ വലിയ ചെടികളും അതുപോലെ തന്നെ ചെറിയ ചെടികളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ വെറൈറ്റി ആയിട്ടുള്ള ചില്ലി, അതുപോലെ ഫ്ലെയിം റെഡ്, അങ്ങനെയുള്ള ചെടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വലിയ ചെടികളാണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ. ബുഷിയായിട്ട് വളർന്ന് നിൽക്കുന്ന ചെടികളുമുണ്ട്, അതുപോലെ തന്നെ സ്റ്റിക്കൊക്കെ വെച്ചിട്ട് കുറച്ച് ഹൈറ്റിൽ നിൽക്കുന്ന ചെടികളുമുണ്ട്. അപ്പോൾ ഈ ഒരു ചെടികളൊക്കെ ഇതുപോലെ സ്റ്റിക്ക് വെച്ച് നിർത്തിയിട്ടുള്ള ചെടികളാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. ഇതിൻ്റെ ചെറിയ ചെടികളും നമുക്കിവിടെ കിട്ടും. പിന്നെ കുറേ നാടൻ വെറൈറ്റി ആയിട്ടുള്ള സാധാ നമ്മൾ കാണുന്ന പലതരത്തിലുള്ള ബൊഗെയിൻവില്ലയുടെ ചെടികളുണ്ട്. ഈ ഒരു ചെടി നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും, ഒരു ചെടിയിൽ തന്നെ എത്രത്തോളം ഫ്ലവർ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് അത്യാവശ്യം വളങ്ങളൊക്കെ കൊടുത്താൽ തന്നെ നമ്മുടെ ചെടികൾ നന്നായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഈ ഒരു ബുഷായിട്ട് വളർന്നിട്ടുള്ള ചെടിയുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ചെടികൾ നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ ചെടി തന്നെ ഇതുപോലെ നമുക്ക് ബുഷാക്കി എടുക്കാൻ പറ്റും. ചില ചെടികളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഇതുപോലെയുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള ചെടികളൊക്കെ ഓൺലൈനായിട്ട് വാങ്ങുകയാണെങ്കിലും ഇതുപോലെ നഴ്സറികളിലൊക്കെ പോയി വാങ്ങുകയാണെന്നുണ്ടെങ്കിലും ഏകദേശം സെയിം റേറ്റ് തന്നെയാണ്. ചെടിയുടെ സൈസിനും അതുപോലെ തന്നെ വെറൈറ്റിക്കും അനുസരിച്ചാണ് റേറ്റ് വരുന്നത്. നല്ല സൈസുള്ള ചെടികളൊക്കെ ആണെങ്കിൽ നല്ല വിലയുണ്ട്. നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് ഒന്ന് കെയർ ചെയ്ത് അത്യാവശ്യം വളങ്ങളൊക്കെ നമ്മൾ ചെടികൾക്ക് കൊടുത്താൽ ഇതുപോലെ നമ്മളെ ചെടികളും നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ നാടൻ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ചെടികളുണ്ട്. ഹൈബ്രിഡാണ് കൂടുതലായിട്ട് ഇവിടെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത്. ഹൈബ്രിഡ് ആയിട്ടുള്ള ചെടികളിൽ തന്നെ വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫുള്ള ധാരാളം ചെടികൾ നമുക്കിവിടെ കാണാം. ഇത്രയൊന്നും അല്ലായിരുന്നു കേട്ടോ, ഒരുപാട് ചെടികളുണ്ടായിരുന്നു ഇവിടെ. ബൊഗെയിൻവില്ല ചെടികളുടെ ഫ്ലവറിങ് സീസൺ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് കാണുമ്പോൾ പെട്ടെന്ന് എല്ലാവരും വാങ്ങിപ്പോവും. ചെടികൾ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ബുഷായിട്ടുള്ള ഒരു ചെടി ഉണ്ടെങ്കിൽ തന്നെ ഇതുപോലെ ഫ്ലവർ ചെയ്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെ സിംഗിൾ ആയിട്ടുള്ള ബൊഗെയിൻവില്ല ചെടികളുണ്ട്, അതുപോലെ തന്നെ മൾട്ടി ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള ചെടികളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗാർഡന് നമ്മൾ വിസിറ്റ് ചെയ്ത സമയത്ത് ഈ ഒരു ചെടികൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.